ഒന്നാമത് മിസ്. അപ്പം നമ്മളിന്നൊരു 60 ഡേയ്സിൻ്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു, വ്ളോഗും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു. നമ്മൾ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇടായിരുന്നത്. അപ്പോൾ നമ്മളിന്ന് 60 ഡേയ്സിൻ്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം വർക്കൗട്ടും പ്ലസ് ബോക്സിങ്ങും മൊയ്തായി എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തത്തിലുള്ള 60 ഡേയ്സിൻ്റെ ചാലഞ്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ ജിമ്മിലേക്കാണ്. ഇന്ന് വർക്കൗട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് തിങ്കൾ ബുധൻ വ്യാഴമാണ് ബോക്സിങ് മൊയ്തായൊക്കെ പ്രാക്ടീസ് ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് ഈക്വലായിട്ടുള്ള പുഷും പുള്ളാണ് നമ്മൾ കറന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളല്ലാതെ കാർഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 60 ഡേയ്സിൻ്റെ ചാലഞ്ചിൻ്റെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. പറ്റുമെന്ന് അറിയാം, നമ്മൾ പരമാവധി നോക്കുക എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ. അപ്പം കാണാം ഗൈസ്. അപ്പോൾ നേരെ ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഒരു 6:30 മുമ്പ് തന്നെ നമുക്ക് ജിമ്മിൽ പോകണം. അപ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ടൈം ആയപ്പോൾ നമ്മൾ നേരെ ജിമ്മിലേക്കാണ്. ഓൾമോസ്റ്റ് നമ്മൾ റൂമിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ എടുത്തുണ്ട്. നമ്മൾ ചില ദിവസങ്ങളിൽ നടന്നാണ് പോകാറുള്ളത്. എന്ന് വെച്ചാൽ മഴയില്ലാത്തതുകൊണ്ട് നടന്നാണ്. ചില ദിവസം ആകാശം ഉണ്ടെങ്കിൽ വണ്ടിക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് നടന്നാണ് പോകാറുള്ളത്. നടന്നു പോകുന്നതാണ് സുഖം. അപ്പോൾ നേരെ റൂമിലേക്ക് ചെന്ന് ഇറങ്ങി ജിമ്മിലേക്കാണ്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ നേരെ ജിമ്മിൽ ചെന്നു. ജിമ്മിൽ 2 ദിവസമായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നല്ല തിരക്കാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കോച്ചിനെ കണ്ട് നേരെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ വാമപ്പ് ചെയ്യണം. ഫസ്റ്റ് വാമപ്പ് ചെയ്യുന്നതാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ നല്ല ടൈം എടുത്താണ്. അതായത് ഒരു സെറ്റ് ചെയ്തതിന് ശേഷം നല്ല ടൈം എടുക്കും അടുത്ത വർക്കൗട്ട് ചെയ്യുമ്പോൾ. കാരണം പെട്ടെന്ന് അങ്ങ് ചെയ്യാറില്ല, കാരണം ടൈം ഒത്തിരി ഉണ്ട്. നല്ല ടൈം എടുത്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ നേരെ ജിമ്മിൽ പോയി ഒരു പുഷപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് ബാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മളൊന്നും ബോക്സിംഗ് ഇല്ല, പക്ഷേ ചില പഞ്ചസൊക്കെ ശരിയാകണമെന്ന് കോച്ച് പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു. ഒരു 6:15 ആയപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ആൾ ജിമ്മിൽ കൂടി കൈസ്, നല്ല ആളുണ്ടായിരുന്നു. ഫസ്റ്റ് ബെഞ്ച് പ്രസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ചെസ്റ്റിന്, ഡ്രൈസിന്, ഷോൾഡറിനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് പുഷും പുള്ളുമാണ് നമ്മൾ ചെയ്യാറുള്ളത്. കാരണം വെച്ചാൽ ബോക്സിംഗ് കൊണ്ടുണ്ട് 2 വീക്സ്. നമുക്ക് തിങ്കൾ ബുധൻ വ്യാഴമാണ് നമുക്ക് ബോക്സിങ്ങിന് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വർക്കൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡറിൻ്റെ ചെയ്യാൻ തുടങ്ങി. ഷോൾഡർ പ്രസ് ചെയ്തു. ദെൻ ട്രൈസിനാണ് വർക്കൗട്ട്. അപ്പം ചെസ്റ്റിൻ്റെ 3 വർക്കൗട്ടാണ് ചെയ്തത്. അതിനുശേഷം ഷോൾഡറിൻ്റെ പിന്നെ ട്രൈസിൻ്റെ വർക്കൗട്ട്സാണ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം വീഡിയോസിനകത്ത് ചേർക്കാൻ പറ്റില്ല, കാരണം അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് വീഡിയോസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ ഇതിൻ്റെ വീഡിയോസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ട്രൈസിൻ്റെ കാര്യങ്ങളും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ഇനി സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാര്യങ്ങൾ ചെയ്ത് ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തൊരു 8:41 ആയപ്പോൾ നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ റൂമിലേക്കാണ്. ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഡേ 1 കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്, സീ യു. എല്ലാവരോടും സ്നേഹം മാത്രം.